സാർ ഇവിടെ കുപ്പിയുടെ ബഹളം വന്നല്ലോ സാറേ. അതെ, ഇവിടെ ഒരു സെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, പൂട്ടിയിട്ടുള്ള ചികിത്സ ഒന്നുമില്ല. അമ്മ ചെറുപ്പക്കാരിയാണ്, MDMA ഉപയോഗിക്കുന്ന മകനും ചെറുപ്പക്കാരനാണ്. വെള്ള സിനിമ പോലെ ഒരു 100 സിനിമ എടുക്കാൻ പറ്റിയ കഥകളാണ് ഇതിനകത്തുള്ളത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയും, കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അവരത് വാങ്ങിക്കുന്ന വിറച്ച് കഴിക്കുന്ന കണ്ടാണ്ടല്ലോ. നമ്മളിവിടെ സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുന്നില്ല, ഡിപ്രഷന് മരുന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആരോഗ്യം കൊടുത്തുകൊണ്ടുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റാണ് നമ്മളോട് ചെയ്യുന്നത്. അതിനോട് നമസ്കാരം. 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 നമ്മളിപ്പോ എവിടെയാണ്? പത്തനംതിട്ടയിലാണ് നിൽക്കുന്നത്. എന്താ ഒരു ബുക്കൊക്കെ ആയിട്ട് ഇവിടെ വന്നതിന്റെ പ്രത്യേക ഇത് വലിയൊരു കഥ തന്നെ. ഇതിവിടെ വന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം മദ്യം, മയക്കുമരുന്ന്, MDMA പോലുള്ള വലിയ സംഭവങ്ങളാണ്. ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിനൊരു പരിഹാരമുള്ള സ്ഥലമാണ്. പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ബുക്കിനകത്ത് എൻ്റെ കഥയെന്ന് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ള ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ വന്ന് മാറിപ്പോയ ആൾക്കാരുടെ അഭിപ്രായം അതെല്ലാം കാണാം, നേരിട്ട് കാണാം. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. പേര് ബിബിൻ. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഓറ ഐസ് വെൽനസ്. ഓക്കെ. ശരിക്കും ഈ എൻ്റെ കഥ എന്ന് പറഞ്ഞൊരു ബുക്ക് നല്ലൊരു സംഭവം തന്നെ ഇത്. ഇതിനകത്തുള്ള വായിച്ച് ഇപ്പം ഓരോ ആൾക്കാരുടെയും ഇത് കണ്ടോ, എഴുതി സ്വന്തമായിട്ട് എഴുതി പേരും എഴുതി അഡ്രസ്സും എല്ലാം ഉണ്ട്. ഇത് പരിചയപ്പെടുത്താൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇത് നിർത്തി പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും കഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഡോക്ടർ ഈ വരുന്ന ആൾക്കാരുടെ ഓരോ സംഭവം ഇപ്പം വെള്ള സിനിമ നമ്മൾ കണ്ടതാണ്. അപ്പം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഓരോരുത്തർക്കും പ്രത്യേക കഥകളുണ്ട്. അതെ, ഓരോരുത്തർക്കും വെള്ള സിനിമ പോലെ ഒരു 100 സിനിമ എടുക്കാൻ പറ്റിയ കഥകളാണ് ഇതിനകത്തുള്ളത്. ഇതുപോലെ പല ബുക്കുകളും ഇവിടെ ഉണ്ട്, ഒത്തിരി ബുക്കുകൾ ഇവിടെ ഉണ്ട്. ശരിക്കും ഇവരുടെയൊക്കെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ്. കുടുംബജീവിതം തകർന്നു വരുന്നവരാണ് പകുതിയിലധികം ആളുകളും. വർഷങ്ങളായിട്ട് ഒരു തമാശയ്ക്ക് സുഹൃത്തുക്കളുടെയൊക്കെ കൂട്ടത്തിൽ മദ്യപാനം ചെറിയ രീതിയിൽ തുടങ്ങി അവസാനം ഇത് നിർത്താൻ പറ്റാതെ ഇതിന് അഡിക്ഷൻ വന്നിട്ട് മദ്യപാനം മാത്രമല്ല പല രീതിയിലുള്ള, ഇപ്പോൾ നമുക്കറിയാലോ ധാരാളം വാർത്തകൾ കേൾക്കുന്നതാണ്. കുട്ടികൾ മുതൽ നമുക്കിവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. കെമിക്കലായിട്ടുള്ളതും അല്ലാതെയുള്ള കഞ്ചാവ് പോലെയുള്ളത് എല്ലാത്തരം ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ട് ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട്. സാർ ഇവിടെ കുപ്പിയുടെ ബഹളം വന്നല്ലോ സാറേ. അതെ, തീർച്ചയായിട്ടും ഇത് ആയുർവേദ വിധിപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഏതൊരു ദൂഷ്യ സ്വഭാവമോ അവസ്ഥയോ ഉണ്ടെങ്കിൽ ആളിനെ പെട്ടെന്ന് ഇതിൽ നിന്ന് പിൻവലിക്കാൻ പാടില്ല. കാരണം ഫിക്സ് പോലുള്ള പ്രശ്നങ്ങൾ, വോമിറ്റിങ്, ഉറക്കമില്ലായ്മ, ഹാലുസിനേഷൻ, ഈ കാണുന്നു, കേൾക്കുന്നു, രാത്രി അതുകൊണ്ട് എനിക്കൊരു ഡിസ്റ്റർബ്, പിന്നെ വിഭ്രാന്തിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പതുക്കെ ഇതിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ഒരു മരുന്ന് പോലെ തന്നെ പ്രയോഗിക്കാൻ വേണ്ടി അവർ കുടിക്കുന്ന ബ്രാൻഡിനെ അവരിവിടെ കൊണ്ടുവന്ന് അതിന് വിഡ്രോ ചെയ്തെടുത്ത് നമുക്ക് 4 ദിവസം കൊണ്ട് അവർ ആ വിഡ്രോയിൽ നിന്ന് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവന്ന് അവരെ പൂർണ്ണമായിട്ടും ബാക്കി ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. സാർ ഇത് തുടങ്ങേണ്ട കാര്യം എന്താ? തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മളിപ്പോൾ എല്ലാ ആൾക്കാരോടും ഇത് കഴിക്കരുത്, മദ്യം കുടിക്കരുത്, MDMA ഉപയോഗിക്കരുത്, കഞ്ചാവ് വലിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ബ്രെയിനിൽ ഈ പറയുന്ന കാര്യങ്ങൾ അഡിക്റ്റ് ആയവരോട് പിന്നെ നമുക്ക് ഈ എന്താ പറയുക ചേമ്പിലെ പോലെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അകത്തെ ടോക്സിക്കുകളെ റിമൂവ് ചെയ്യാനുള്ള ആയുർവേദ കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് മെഡിറ്റേഷനും മോട്ടിവേഷനും കൊടുത്ത് ജീവിതത്തിന് അടുത്ത തലത്തിലേക്കുള്ള കാഴ്ചപ്പാടുകൾ കൊടുക്കുമ്പോഴേ അവർക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അനുഭവത്തിൽ അവർക്ക് പൂർണ്ണ ഒരു വിഡ്രോവൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആയുർവേദമായിട്ട് നമ്മൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. കാരണം നമ്മളിവിടെ സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുന്നില്ല, ഡിപ്രഷന് മരുന്ന് കൊടുക്കുന്നില്ല. പൂർണ്ണമായി അവരുടെ ലിവറിനെയും അവരുടെ ദഹനക്രമത്തിനെയും അവരുടെ ഹാർട്ടിനെയും ഒക്കെ പരിപാലിച്ചുകൊണ്ട് ആരോഗ്യം കൊടുത്തുകൊണ്ടുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് നമ്മളോട് ചെയ്യുന്നത്. സാറേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരെന്തുവാ? ഓറ ആയുഷ് ആയുർവേദ വെൽനസ് ഹോസ്പിറ്റൽ. സാറിൻ്റെ പേര്? അഭിജിത്ത്. ശരിക്കും സാർ ഈ എൻ്റെ കഥ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇത് വായിച്ചപ്പം നമുക്ക് തന്നെ കുറേ സാധനങ്ങൾ കിട്ടി. സാറിന് ഇതിനകത്ത് വന്നിട്ടുള്ളതിൽ ഏറ്റവും ഇപ്പോൾ പല ആൾക്കാർ സാറിനെ വിളിച്ചിട്ടുണ്ട്, അതിലേറ്റവും വിഷമം ആയിട്ട് തോന്നിയതാ? എനിക്ക് ഏറ്റവും വൈകാരികമായിട്ടും ഉള്ളിൽ തട്ടുന്ന ഒരു കാര്യം തോന്നിയത് ഒരു അമ്മ സംസാരിച്ചതാണ്. അമ്മ ചെറുപ്പക്കാരിയാണ്, MDMA ഉപയോഗിക്കുന്ന മകനും ചെറുപ്പക്കാരനാണ്. അപ്പോൾ അമ്മ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ വീട്ടിലാണ്, മകൻ അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അമ്മ അങ്ങനെ സംഭവിച്ചത്? എൻ്റെ മോൻ്റെ കൂടെ ഒരുമിച്ച് അവിടെ കിടക്കാൻ ഒക്കില്ല. കാരണം അവർ ചെറുപ്പക്കാരിയായ സ്ത്രീയും മകൻ ചെറുപ്പക്കാരനായ പുരുഷനും. അപ്പോൾ അവന് ഒരു ബോധമില്ല, അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ മനസ്സിലാകുന്നുണ്ടോ? പച്ചയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മാത്രം ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി കുടുംബങ്ങളിൽ ഇന്ന് കേരളത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ഈ വൈകാര്യമായ കുറേ അവസ്ഥകൾ, അത് വലിയൊരു കഥയാണ് ഈ ബുക്ക്. ഇതുപോലുള്ള പല ബുക്കുകൾ അവിടെ ഇരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ കഥ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരോട് ഉപദേശിച്ചിട്ടോ അല്ല കാര്യം, ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിൽ തട്ടി പറയുന്ന കാര്യം. അവർ അമ്മ പറയുന്നത് അതിലെ പിന്നെ അവരിവിടെ വന്നിട്ടുള്ളത് കാര്യം നോക്കുമ്പോൾ നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡോക്ടർ ഇവിടെ വരുന്നവരെന്ന് പറഞ്ഞാൽ മദ്യപാനികളുണ്ട്, MDMA ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരാണ് വരുന്നത്. അവർ പെട്ടെന്ന് നിർത്തുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം ഉണ്ടാവാറ് ഡോക്ടറെ അങ്ങനെ ആക്രമിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ? പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ വരുന്നതെങ്കിലും പക്ഷേ നമ്മൾ ഇവർക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷനും കൊടുക്കാറില്ല. ഇവിടെ ഒരു സെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, പൂട്ടിയിട്ടുള്ള ചികിത്സ ഒന്നുമില്ല. എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടി അവരുടെ വീട്ടിലെങ്ങനെയാണോ അവർക്ക് താമസിക്കാൻ പറ്റുന്ന അതേ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ അവർ നിൽക്കുന്നത്. അവരുടെ മൊബൈൽ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ പുറം ലോകമായിട്ടുള്ള കണക്ഷൻ ഇല്ലാണ്ടാവുകയോ അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ കുറച്ച് 1-2 ദിവസങ്ങളുണ്ട് നോർമലിലേക്ക് അവർ വരാറുണ്ട്. ഇവിടുത്തെ അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് നിങ്ങൾ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ നല്ല
തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ, അന്തരീക്ഷമാണ് ഉള്ളത്. ധാരാളം മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ താമസിക്കുമ്പോൾ തന്നെ പകുതി ഒരു നോർമലിലേക്ക് വരുന്നുണ്ട്, ആശ്വാസമാവുന്നുണ്ട് അവർക്ക്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. എല്ലാവർക്കും അറിയാം, എല്ലാ സ്ഥലത്തും ചൂടാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളായാലും നല്ല കാറ്റും, അവർക്കിവിടെ വന്നിരുന്നാൽ തന്നെ അടിപൊളിയാണ്. സാർ അതുപോലെ ഈ മദ്യം കഴിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അവർ സാറിനെ വിളിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അനേകം ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവരിവിടെ വന്നിട്ട് അത് നമുക്ക് അനുഭവത്തിൽ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വരുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ സാറേ ഇപ്പോൾ ഈ ഇപ്പം നല്ലതായിട്ട് മദ്യം കഴിക്കുന്നവരായിരിക്കും, ഇവിടെ വന്ന് കഴിയുമ്പം ചിലപ്പം 3-4 ദിവസം കഴിയുമ്പോൾ കഴിക്കാതിരിക്കുമല്ലോ, അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ആ സമയത്ത് അവർക്ക് ഒരുപാട് വിഡ്രോവൽ സിംറ്റംസ്, ഫിക്സ് വരുന്നവരുണ്ട്, മയങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പം വളരെ ചെറിയ ഡോസായി മരുന്നായിട്ട് തന്നെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയും, കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അവരത് വാങ്ങിക്കുന്ന വിറച്ച് കഴിക്കുന്ന കണ്ടാവുണ്ടല്ലോ, എനിക്ക് പറയുന്നത് എനിക്കൂടി ഇപ്പോൾ വിറയിൽ വരുന്നുണ്ട്. കാരണം 100 കണക്കിന് കേസുകളാണ് ഇതുപോലെ നമ്മൾ കൈകാര്യം ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മളിത് കാണാൻ വിഷമമാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ആ ഒരു സാധനമാണ്. കാരണം മൊത്തം ഇത് തന്നെയല്ലയോ, എപ്പോഴും കഴിക്കണമെന്ന് ആഗ്രഹം വരുമ്പോഴും ഇത് കിട്ടുമ്പം അപ്പോൾ അത്ര അഡിക്ഷനായിട്ടാണ് വരുന്നത്. ഈ വിഡ്രോലൊക്കെ പല രീതിയിലാണ്. അവരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഭയങ്കരമാണ്. കാരണം നമ്മൾ വെറുതെ പറയുന്നില്ല, 100 കണക്കിന് കേസുകൾ ചെയ്യുന്ന ഇപ്പോൾ തഴക്കമുണ്ട്. എത്ര പേരെ നമ്മൾ രക്ഷപ്പെടുത്തി വിട്ടേക്കുന്നു. അപ്പോൾ അവരിലുള്ളൊന്ന് ഓരോ അവസ്ഥകൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞാൽ തീരുന്നില്ല. പ്രജിനെ, ഈ വീഡിയോ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെടും, അതൊന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരും, നമുക്കിപ്പോൾ അറിയാം, TV കണ്ടാലും വാർത്ത കണ്ടാലും എല്ലാം വളരെ പ്രശ്നങ്ങളാണ് സാറേ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഇവിടെ വന്ന് ആരോഗ്യം നഷ്ടപ്പെടാതെ ഈ നല്ല രീതിയിലുള്ളൊരു ചികിത്സയിൽ, കാരണം വരുന്ന രോഗിക്കായാലും അല്ലെങ്കിൽ വീട്ടുകാർക്കായാലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ചികിത്സ ചെയ്ത് തരുന്നതിന് സാറിന് ഒത്തിരി നന്ദി. ശരിക്കും എങ്ങനെയാണ് സാർ ഇവിടെ വരേണ്ടത്? നമ്മൾ പത്തനംതിട്ട ടൗണിൽ നിന്ന് പ്രമാടം എന്ന സ്ഥലം, പത്തനംതിട്ട ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ, പ്രമാടം എന്നൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വീഡിയോയിൽ നമ്പറുണ്ട്, കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് പോരുന്നാൽ മതി.